ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്, അതുകൊണ്ട് ചെറിയ സപ്പോർട്ട് വേണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൂട്ടോപ്പിയ 2 ആണ്. ഫൺ, മിസ്റ്ററി, ട്വിസ്റ്റ് എല്ലാം ഉള്ളൊരു ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സമയം കളയാതെ നേരെ കഥയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്ന പുതിയ മേയർ പാട്രിക് സിറ്റിയിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന വലിയൊരു വെതർ വാൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് പോലീസ് സ്റ്റേഷനിലായിട്ടാണ്. ചീഫ് ബോഗോ പോലീസുകാർക്കൊരു കള്ളക്കടത്ത് ഗ്യാങ്ങിനെ പിടിക്കാൻ ഡ്യൂട്ടി കൊടുക്കുന്നു. ജൂഡിയും നിക്കും ജൂനിയേഴ്സ് ആയതുകൊണ്ട് അവരോട് പുറത്ത് നോക്കി നിൽക്കാൻ മാത്രമാണ് ബോഗോ പറയുന്നത്. പക്ഷേ നമ്മുടെ ജൂഡിക്ക് വെറുതെ നിൽക്കാൻ പറ്റുമോ? അവർ രണ്ടുപേരും അണ്ടർ കവറായി, അതായത് ഒരു ഫാമിലിയായി വേഷം കെട്ടി ആ രഹസ്യ സ്ഥലത്തേക്ക് പോകുന്നു. ഫീനിക്കിനെ അവരുടെ കുട്ടിയെ ട്രോളിയിലിരുത്തിയാണ് അവർ അവിടെയുള്ള ഉദ്യോഗസ്ഥനായ സ്റ്റൂലിയെ പറ്റിക്കുന്നത്. നിക്ക് അവനോട് സെൻറ്റിമെൻ്റലായി സംസാരിച്ച് നിൽക്കുമ്പോൾ ജൂഡി പതിയെ പോയി അവിടുത്തെ കാർഗോ തുറന്നു നോക്കുന്നു. പക്ഷേ അബദ്ധത്തിൽ ചീഫ് ബോഗോയുടെ റേഡിയോ മെസ്സേജ് വരികയും കള്ളൻ സ്റ്റൂലി വാനിൽ കയറി രക്ഷപ്പെടാൻ നോക്കുകയും ചെയ്യുന്നു. പിന്നെ ഒരു വലിയ ചേസിംഗ് ആണ്. സിറ്റിയിലെ 100ാം വാർഷിക പരിപാടിക്കുള്ള സൂട്ടോണിയൽ ഗാല സാധനങ്ങളുടെ ഇടയിലൂടെ വാൻ പാഞ്ഞു പോകുന്നു. അവസാനം ജൂഡി വണ്ടിയിലോട്ട് ചാടിക്കയറി വലിയൊരു അപകടം ഒഴിവാക്കുന്നു. പക്ഷേ ആ വാനിൽ നിന്ന് ഒരു പാമ്പിൻ്റെ തോൽ അവർക്ക് കിട്ടുന്നു. വർഷങ്ങളായി സൂട്ടോപ്പിയയിൽ പാമ്പുകളെ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇതൊരു വലിയ മിസ്റ്ററി ആകുന്നു. കൂടി ഈ പാമ്പിൻ്റെ തോൽ കൊണ്ടുപോയി ചീഫ് ബോഗോയെ കാണിക്കുന്നു. പക്ഷേ തൻ്റെ ഓർഡർ അനുസരിക്കാതെ ആക്ഷന് പോയതിന് ബോഗോയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും വഴക്കാണല്ലോ, ഇതൊന്ന് ശരിയാക്കാൻ ഒരു പാർട്ട്ണർഷിപ്പ് വർക്ക്ഷോപ്പിൽ പോയി പഠിക്കുക എന്ന് ബോഗോ പറയുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്യും എന്ന് ബോഗോ വാണിംഗും കൊടുക്കുന്നു. ഈ വർക്ക്ഷോപ്പിൽ പോയി ജൂഡി നന്നായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിക്കൊരു കാര്യവുമില്ലാതെ കൂളായി നടക്കുകയാണ്. എപ്പോഴും നിക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് സൂട്ടോപ്പിയ സിറ്റിയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സൂട്ടോണിയൽ ഗാല വരുന്നത്. ഈ ഫംഗ്ഷൻ നടത്തുന്ന മിൽട്ടൺ ലിൻസ്ലി എന്നൊരു വലിയ കോടീശ്വരനാണ്. സിറ്റി ഉണ്ടാക്കിയത് ഇയാളുടെ മുത്തച്ഛനായ എബനേസനാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പാമ്പിൻ്റെ തോൾ വെച്ച് അന്വേഷിക്കുമ്പോൾ ആ പാമ്പ് ഈ പാർട്ടിയിൽ വരാൻ സാധ്യതയുണ്ടെന്ന് ജൂഡി കണ്ടുപിടിക്കുന്നു. അങ്ങനെ പാർട്ടിക്കിടയിൽ ജൂഡിയും നിക്കും വേഷം മാറി അവിടെ എത്തുന്നു. അവിടെ വെച്ച് അവർക്ക് മിൽട്ടൻ്റെ മകനായ പെർബർട്ടിനെ പരിചയപ്പെടാൻ കഴിയുന്നു. പാർട്ടി നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് കറണ്ട് പോകുന്നു. അവിടെയുള്ള ഒരു പഴയ ഗ്ലാസ് കേസിൽ സിറ്റിയുടെ രഹസ്യങ്ങളടങ്ങിയ ഒരു ഡയറി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ പാമ്പ് പീറ്റ് വൈപ്പർ അവിടെ വന്ന് മിൽട്ടൻ്റെ കണ്ണ് സ്കാൻ ചെയ്ത് ആ ഡയറി മോഷ്ടിക്കുന്നു. പാമ്പിനെ പിടിക്കാൻ ജൂഡിയും നിക്കും പിന്നാലെ ഓടുന്നു. അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു വലിയ പൈപ്പിലേട്ട് കടന്നു. ഒന്നും നോക്കാതെ ജൂഡിയും നിക്കും അവൻ്റെ പിന്നാലെ ചാടുകയാണ്. ആ പാമ്പിൻ്റെ പേരാണ് ഗാരി. ഗാരിയെ ജൂഡി വളയുമ്പോൾ അവൻ സത്യം പറയുന്നു. ഈ ഡയറിയിൽ എൻ്റെ കുടുംബത്തെ സിറ്റിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ യഥാർത്ഥ തെളിവുണ്ട്. അപ്പോഴാണ് മിൽട്ടൺ അവിടേക്ക് വരുന്നത്. തൻ്റെ കുടുംബത്തിൻ്റെ പേര് ചീത്തയാകാതിരിക്കാൻ ആ ഡയറി കത്തിച്ച് കളയാനും ഗാരിയെ കൊല്ലാനും മിൽട്ടൺ ഓർഡർ കൊടുക്കുന്നു. ജൂഡി അതിന് സമ്മതിക്കുന്നില്ല. അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. ഇതെറിഞ്ഞ് അവിടേക്ക് വരുന്ന ചീഫ് ബോഗോയെ ഗാരി അറിയാതെ കടിക്കുന്നു. പോലീസുകാർ വരുമ്പോൾ മിൽട്ടൺ വളരെ ബുദ്ധിപരമായി ജൂഡിയും നിക്കും ചേർന്നാണ് ചീഫ് ബോഗോയെ അറ്റാക്ക് ചെയ്തതെന്ന് കള്ളം പറയുന്നു. ഇതോടെ നമ്മുടെ ഹീറോസ് കുറ്റവാളികളായി മാറുകയാണ്. പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ ആ ഡയറി എടുത്ത് അവർക്ക് അവിടെ നിന്ന് ഓടേണ്ടി വരുന്നു. പിന്നെ കഥ മൊത്തം ചേസിംഗ് ആണ്. പോലീസ് നിക്കിനെയും ജൂഡിയെയും പിടിക്കാൻ വേണ്ടി പുറകെത്തുന്നതും അവർ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്നതൊക്കെ. അതുപോലെ തന്നെ ഈ ഓട്ടത്തിനിടയിൽ ജൂഡിയും നിക്കും ചെറിയ ചെറിയ വഴക്കുകളുണ്ടാവുകയും ജൂഡിയുടെ ഒരു ക്യാരറ്റ് പെൻസിലൊക്കെ ഒടിഞ്ഞു എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം പാവൻ നിക്കിനെ പിടിക്കപ്പെടുന്നു. പക്ഷെ അവൻ ജൂഡിയെ ഒറ്റുകൊടുക്കുന്നില്ല. രക്ഷപ്പെട്ട ജൂഡിയും ഗാരിയും കൂടെ പെർബർട്ടിൻ്റെ കൂടെയാണ് പോകുന്നത്. തൻ്റെ അച്ഛൻ ചെയ്ത തെറ്റുകൾ പുറത്തു കൊണ്ടുവരാൻ താൻ സഹായിക്കാം എന്ന് പെർബർട്ട് പറയുന്നു. ഈ ഡയറി തുറക്കാൻ അവർ രഹസ്യമായ മാഷ് മാർക്കറ്റ് എന്ന സ്ഥലത്തേക്ക് പോകുന്നു. സിറ്റിയുടെ നിയമങ്ങളൊന്നുമില്ലാത്ത ഒരുപാട് സ്മഗ്ലേഴ്സ് ഉള്ള ഡാർക്കായൊരു സ്ഥലമാണിത്. അവിടെ നിബിൾസ് എന്നൊരു ക്യാരക്ടറിൻ്റെ സഹായത്തോടെ അവർ ഒരു വലിയ കപ്പലിലെത്തുന്നു. അവിടെ നിറയെ റെപ്റ്റൈൽസ് ഒളിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് അവർ ആ ഡയറി ഡീകോഡ് ചെയ്യുന്നു. അപ്പോഴാണ് ഏറ്റവും വലിയ സത്യം അവർ മനസ്സിലാക്കുന്നത്. സൂട്ടോപ്പിയ സിറ്റി ഉണ്ടാക്കിയത് ലിങ്സ്ലി ഫാമിലി അല്ല, മറിച്ച് പാമ്പുകളുടെ മുത്തശ്ശിയായ ആഗ്നസ് ആണെന്ന് ആ ഡയറിയിൽ ഉണ്ടായിരുന്നു. ലിങ്സ്ലി ഫാമിലി അവരെ ചതിച്ച് സിറ്റിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും അവർ കണ്ടെത്തുന്നു. ഇതിനിടയിൽ നിക്ക് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ജൂഡിയുടെ അടുത്തേട്ട് എത്തുന്നു. ഈ സത്യം ലോകത്തെ അറിയിക്കാൻ അവൻ തെളിവുകളുമായി പോകുമ്പോഴാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. അവരെ സഹായിക്കാൻ വന്ന പോബർട്ട് യഥാർത്ഥത്തിൽ അവരെ ചതിക്കുകയായിരുന്നു. തൻ്റെ ഫാമിലിയുടെ പേര് നശിക്കാതിരിക്കാൻ അവൻ ഈ തെളിവുകൾ നശിപ്പിക്കാനാണ് വന്നത്. അവൻ പെട്ടെന്ന് ജൂഡിയുടെ ദേഹത്തേട്ട് പാമ്പിൻ്റെ വിഷം കുത്തിവെച്ചിട്ട് ഗാരിയെ മഞ്ഞിലിട്ട് വലിച്ചെറിഞ്ഞിട്ട് ആ വിഷത്തിനുള്ള മരുന്നും ആൻറ്റിവനവും എടുത്ത് അവൻ പോകുന്നു. ജൂഡി വിഷം കയറി മരിക്കാറാവുന്നു. നിക്ക് ജീവൻ പണയം വെച്ച് പോബോട്ടിൻ്റെ പുറകെ പോയി വലിയൊരു ഫൈറ്റിലൂടെ ആ മരുന്ന് തിരിച്ചു വാങ്ങുന്നു.
നിക്ക് അത് മഞ്ഞിൽ കിടക്കുന്ന ഗ്യാരിക്ക് ഇട്ട് കൊടുക്കുന്നു. ഗ്യാരി വന്ന് ജൂഡിക്ക് ആ മരുന്ന് കൊടുത്ത് ജൂഡിയുടെ ജീവൻ രക്ഷിക്കുന്നു. ഈ സംഭവത്തോടെ ജൂഡിയും നിക്കും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി അവർ സ്ട്രോങ് ആയൊരു ടീമായി മാറുന്നു. തുടർന്ന് അവരെല്ലാവരും കൂടെ ആ വെതർവാളിൻ്റെ അടുത്തോട്ട് പോയി പെർബർട്ടിനെയും ലിങ്സ്ലി ഫാമിലിയെയും തോൽപ്പിക്കുന്നു. അവിടേക്ക് വരുന്ന പോലീസ് ക്യാപ്റ്റൻ ഈ സത്യങ്ങളെല്ലാം നേരിട്ട് കാണുകയും ലിങ്സ്ലി ഫാമിലിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ജൂഡിയും നിക്കും കുറ്റവിമുക്തരാകുന്നു. വിഷം കയറിയ ചീഫ് ബോഗോ സുഖം പ്രാപിച്ച് തിരികെ സ്റ്റേഷനിലെത്തുന്നു. സൂട്ടോപ്പിയയുടെ യഥാർത്ഥ ഫൗണ്ടർ ആഗ്നസ് ആണെന്ന് ലോകമറിയുന്നു. പാമ്പുകൾക്കും മറ്റു റെപ്റ്റൈൽസിനും സൂട്ടോപ്പിയ സിറ്റിയിൽ ജീവിക്കാനുള്ള അനുവാദം തിരിച്ചു കിട്ടുന്നു. ഗ്യാരി തൻ്റെ കുടുംബത്തെ വീണ്ടും കണ്ടുമുട്ടുന്നു. അവസാനത്തെ സീനിൽ നിക്ക് ജൂഡിക്ക് കേടുവന്ന അവളുടെ ക്യാരറ്റ് പെൻ നന്നാക്കി തിരികെ കൊടുക്കുന്നു. എന്നിട്ട് അവർ അടുത്ത മിഷന് വേണ്ടി പോവുകയാണ്. കാരണം നിക്ക് രക്ഷപ്പെടുന്നതിനിടയിൽ അബദ്ധത്തിൽ ജയിലിൽ കിടന്ന പഴയ മേയർ ബെൽവെദറിനെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ബെൽവെദറിനെ പിടിക്കാനായി അവർ പോലീസുകാരെ ഇറങ്ങുന്നിടത്താണ് പടം തീരുന്നത്. പൊതുവെ പറഞ്ഞാൽ വംശീയതയും നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നതുമാണ് ഈ സിനിമയുടെ മെയിൻ തീം. ആദ്യത്തെ സിനിമയെ പോലെ തന്നെ കോമഡിയും ത്രില്ലും എല്ലാം ഇതിലുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.